ആ സാധനം മൂത്തിട്ട് ഇറങ്ങിപ്പോയതാ. ആ ഇറങ്ങി പോകുന്ന കൂട്ടത്തിലെ കൊച്ചിനെ എന്തിനാണോ അത് ഇവള് കൊണ്ടുപോയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് വേറെ ഒരുത്തന്റെ കൂടെ പോയി കിടന്നേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാ? ഷഹല, നിങ്ങൾ ആരും അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഒരു മാന്യതയുടെ നിറകുടം അല്ലെങ്കിൽ മാന്യതയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഈ ഒരു സ്ത്രീയെ അങ്ങനെ പെട്ടെന്ന് ആരും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ഭർത്താവിനെ, അതും ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മകനും വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഭർത്താവിനെ പറ്റിച്ച് അവരുടെ പൈതലിനെയും കൊണ്ട് വേറൊരുത്തൻ്റെ കൂടെ പോയ ഷഹലയെ അങ്ങനെ ആരും മറക്കരുത്. ഇവരുടെ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ആരും ഒരു വാക്ക് പോലും മിണ്ടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ മനുഷ്യന് നീതി മേടിച്ചു കൊടുക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവൾ സ്ത്രീയാണല്ലോ. ഓപ്പോസിറ്റ് നിന്ന് തെമ്മാടിത്തരം കാണിച്ചവൾ ഒരു സ്ത്രീയാണ്. അവളുടെ കൂടെയല്ലേ ഇവിടുത്തെ നിയമം നിൽക്കുകയുള്ളൂ. എന്താണെങ്കിലും ഇവരുടെ ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ വന്ന് ഷഹല എന്ന് പറയുന്ന ആ ഒരു സുന്ദരി കോത അവൾ പോയതിന് ചിലപ്പോൾ കാരണം അവളുടെ ഭർത്താവിൻ്റെ നോട്ടക്കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവ് അവൾക്ക് വരുത്തിയത് കൊണ്ടായിരിക്കും അവൾ വേറൊരുത്തൻ്റെ കൂടെ പോയത് എന്ന് ചില ആളുകൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവൻ കുറവ് വരുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, മാന്യമായിട്ട് ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കാം. ഇനി അതും വേണ്ട, അവൻ നാട്ടിലേക്ക് വരുമ്പോൾ നിയമപരമായിട്ട് അവനെ ഡിവോഴ്സ് ചെയ്യാം, എന്നിട്ട് കുട്ടിയെയും കൊണ്ട് പോകാം. അല്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ വേറൊരുത്തനുമായിട്ട് ഡിങ്കോൾഫി സെറ്റ് ചെയ്തിട്ട് ഇവനെയും തേച്ച് അവൻ്റെ കൂടെ പോകുന്ന ആ ഒരു പരിപാടി, അതിനോട് ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് യോജിക്കുന്നില്ല കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കാണും. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാവുന്നതായിരുന്നെങ്കിൽ. ഇപ്പം അവൻ, ഈ ഷഹലയുടെ ഭർത്താവ്, ഇവളോട് തെമ്മാടിത്തരം കാണിച്ചു, വേറെ ആരെങ്കിലുമായിട്ട് പോയി, അത് ഇവള് കയ്യോടെ പൊക്കി, എന്നിട്ടാണ് ഇവൾ ഈ പരിപാടി കാണിച്ചിരുന്നെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാമായിരുന്നു. ഇവിടെ പക്ഷേ ആ വ്യക്തിയെ പറ്റി ആരും അങ്ങനെ മോശമായിട്ടൊന്നും പറയുന്നില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ചില ആളുകൾ ആ വൃത്തികെട്ട ജന്തുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ആളുകൾ ആ മനുഷ്യനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവക്ക് നല്ല രീതിയിൽ തന്നെ പച്ച മലയാളം അങ്ങോട്ട് വൃത്തിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. ചില ആളുകൾക്ക്, എന്നെ പോലുള്ള ചില ആളുകൾക്കൊക്കെ പല വോയിസുകൾ, പല ആളുകൾ, നിങ്ങളുടെ ഇടയിലെ തന്നെ കുറേ ആളുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഉണ്ട്, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. പിന്നെ ചില ആളുകൾക്ക് ഒരു പരാതിയുണ്ട്, ഞാൻ എല്ലാ കമൻറ്റ്സും കാണുന്നില്ല എന്ന് പറഞ്ഞ്. ഒരുപാട് കമൻറ്റുകൾ വരുമ്പോഴത്തേക്ക് ചില കമൻറ്റുകൾ വിട്ടുപോകും, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പക്ഷേ നിങ്ങളുടെ അവകാശമാണ് അഭിപ്രായം പറയുക എന്നുള്ളത്, നിങ്ങൾ പറയുക. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? കേട്ടിരിക്കണം. നമ്മൾ മാത്രം പറയുന്നത് കേട്ടാൽ പോരല്ലോ, അല്ലേ? അപ്പോൾ അതാ ഒരു വ്യക്തി പറയുന്നത് നമുക്ക് ആദ്യമേ കേൾക്കാം, എന്നിട്ട് ബാക്കി. ഒളിച്ചോടിപ്പോയി, മാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. ഒളിച്ചോടി പോകുമ്പോ സ്വർണ്ണം കൂടെ എടുത്തോണ്ടാണ് ഈ മഹതി ഈ മൊബൈൽ ഷോപ്പുകാരൻ്റെ പോയേക്കുന്നത്. കാരണം നാളെ വേറെ ഒന്നിനെ കിട്ടി അതിന്റെ പുറകെ കൂടെ ഇവളൊക്കെ ഇത്രയൊക്കെ അങ്ങ് മൂത്തങ്ങ് നിൽക്കുവാണെങ്കിൽ വല്ല ഡിവോഴ്സ് മേടിച്ചിട്ട് പൊക്കൂടായിരുന്നു ഇവൾക്കൊക്കെ. ഇത് ഒരു ഉളുപ്പില്ലാതെ ഇത്രയും നാൾ അങ്ങയുടെ ചെലവിൽ നിന്നിട്ട് അങ്ങേരുടെ തന്നെ കൊച്ചിനെയും കൊണ്ട് മുങ്ങിയേക്കുന്നു. ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് മറ്റേ ബസ് കണ്ടക്ടർ രഞ്ജീഷ്. ഭാര്യ എന്ന് പറയുന്ന പുനാരമോള് കണ്ടവന്റെ കൂടെ പോയി. അതും പോരാഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞപ്പോ അവൾക്ക് കുഞ്ഞിന്റെ ബോധം വന്നു. കുഞ്ഞിനെയും കൂടെ വിളിച്ചോണ്ട് പോയി. അവസാനം അയാള് ജീവൻ എടുക്കേണ്ടി വന്നു. ഇപ്പൊ അവളുടെ ജോലിയും പോയി, ഈ കാമുകനും കളഞ്ഞിട്ട് പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കാര്യം, അനുഭവിക്കാൻ കേട്ടക്കുന്നേ ഉള്ളവർക്ക്. നമ്മുടെ നിയമത്തിന്റെ അടുത്ത് പറയാനുള്ള എന്താണെന്നറിയോ? നാളെ ഈ വ്യക്തിയായിട്ട് ആ സ്ത്രീ ഡിവോഴ്സ് ആയെന്ന് വിചാരിക്കുക, ദയവ് ചെയ്ത് ആ കൊച്ചിനെ ഇതുപോലുള്ള അവളുടെ കൂടെ പറഞ്ഞു വിടരുത്. ഒരെണ്ണത്തിനെ പറഞ്ഞു വിട്ടതിനെയാണ് അദ്ദേഹം അവസാനം ജീവൻ എടുത്തത്. ഇതിനെയും കൂടെ പറഞ്ഞു വിടരുത്. അങ്ങനെയാണെങ്കിൽ തോൽവി നിയമം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 8 വർഷം കൂടെ ജീവിച്ചിട്ട് അയാള് ഗൾഫിൽ പോയി, അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കി. ഭാര്യ എന്ന് പറയുന്ന മോളെ വിശ്വസിച്ചിട്ട് അത് അയച്ചു കൊടുത്തപ്പം അവൾ അത് വെച്ച് ദൂർത്തടിച്ച് അയാള് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും നാട് വിട്ടു. അതും വേറെ ഭാര്യയും മക്കളും ഉള്ള ഒരുത്തന്റെ കൂടെ. ആ നാരയ്ക്ക് ബോധമുണ്ടോ?
പാരനാറി നട്ടലില്ലതാൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന്റെ പേരിലല്ല ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ പറയുമ്പോ ഒറ്റ കാര്യം ഓർത്താൽ മതി. അവൾക്ക് മൂത്തൊക്കെ ഇറങ്ങിപ്പോയതാ. ബാക്കി കമ്മ്യൂണിറ്റി. അല്ല, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറ്റമാണ്. സ്ത്രീകൾ തന്നെ ഞാൻ എല്ലാ സ്ത്രീകളെയും ഒന്നും കുറ്റം പറയത്തില്ല കേട്ടോ. ഒരുപാട് നല്ല സ്ത്രീകളുള്ള നാട്ടിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് ഈ ഷഹലയെ പോലുള്ള സ്ത്രീകളും ഉള്ള നാട്ടിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതും എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. രണ്ടും ഒരു ത്രാസിൽ വെച്ച് ഒരിക്കലും നമുക്കിപ്പോൾ അളക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പണ്ടൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു ചില സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനൊന്നും അല്ല. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചില ആളുകളെ. മനസ്സിലായില്ലേ? ഒരാളുടെ കൂടെ പോവും, പിന്നെ അയാൾ വഴി ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ചാടും. ഇങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ കാരണങ്ങൾ പലതും പറയും. കാരണം ഇല്ലെങ്കിൽ കാരണം ഉണ്ടാക്കും. അങ്ങനെയുള്ള സ്ത്രീകളുള്ള നാട്ടിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ നിയമം ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും അറിയാം, ഇല്ലേ? അവളുടെ കൂടെ തന്നെ കൊച്ചിനെ, അതിന് 18 വയസ്സാകുന്നിടം വരെ അവിടെ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിലെങ്കിലും അതിനൊരു മാറ്റം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്തിനാണ് ഈ ഷഹലയെ പോലുള്ള അവളന്മാർക്ക് എന്തിനാണ് ആ പൈതലിനെ എന്തിന് കൊടുത്തു വിടണം? കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ അവൾ ആരുടെ കൂടെയാണോ പോയിരിക്കുന്നത് ആ വ്യക്തി ആ ഒരു പൈതലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്വന്തമായിട്ട് അവന് 3 പൈതലുകളുണ്ട്. അവരെ തിരിഞ്ഞു നോക്കാതെ, അല്ലെങ്കിൽ അവരെ ഇട്ടിട്ട് അവരുടെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ ആ പൈതലുകളോട് സ്നേഹമുള്ള ഒരുത്തൻ ഈ പരിപാടി ചെയ്യുമോ? മാന്യമായിട്ട് ചിലപ്പോൾ ചെയ്യും, ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വേറൊരാളുമായിട്ട് അങ്ങനെ ചിലപ്പോൾ ചെയ്യും. അതല്ലാതെ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ 2 എണ്ണത്തിനെയും, ഷഹലയും അവളുടെ കൂടെ പോയ ആ ഒരു മോനെയും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് കണ്ടിട്ടാണെന്ന് മാത്രം എനിക്കറിയില്ല. ആയിക്കോ, അവിഹിതം പരിപാടിയൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമല്ലേ? ആ മനുഷ്യൻ അവിടെ പുറത്ത് കിടന്ന് കഷ്ടപ്പെടുക ഇതുങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാര്യയ്ക്കും ആ പൈതലിനും വേണ്ടിയിട്ട്. അതൊരു നിമിഷമെങ്കിലും അവൾ ഓർത്തായിരുന്നെങ്കിൽ അവൾ ഈ പരിപാടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യുമായിരുന്നോ? നിങ്ങൾ പറ, ചെയ്യുമായിരുന്നോ അവള്? എനിക്ക് തോന്നുന്നില്ല. ഇനി അതും പോട്ടെ, നാട്ടിൽ ആ മനുഷ്യൻ വരുമ്പോൾ നേരിട്ട് അയാളെ പിടിച്ചിരുത്തുക. നടക്കത്തില്ല, നിങ്ങളവിടെ ഞാനിവിടെ, എനിക്ക് വേറെ റിലേഷനുണ്ട്, പറ്റുകയില്ല, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം, നമ്മളിനി സെറ്റായി പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ പിന്നെയുണ്ട് ഓക്കെ, എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ. അതിന് പകരം എങ്ങനെ ഇവക്ക് പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പോട്ടെ, അവളെ ഞാൻ വിടുന്നു, ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഈ ചേച്ചി പറയാൻ നമുക്ക് ബാക്കി കേൾക്കാം. എന്നിട്ട് വേറെ കുറച്ച് സാധനങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. ആ സാധനം മൂത്തിട്ട് ഇറങ്ങിപ്പോയതാ. ആ ഇറങ്ങി പോകുന്ന കൂട്ടത്തില് കൊച്ചിനെ എന്തിനാണോ ഇവള് കൊണ്ടുപോയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് വേറെ ഒരുത്തന്റെ കൂടെ പോയി കിടന്നേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണോ അതിന്റെ ഒരു കൊച്ച്? 2 വർഷമായി അങ്ങനെ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു. ആ 2 വർഷം അധ്വാനിച്ച പൈസക്ക് ഈ ഭാര്യ എന്ന് പറയുന്ന വൃത്തികെട്ടവളായിരിക്കത്തില്ല യൂസ് ചെയ്തോണ്ടിരുന്നേ. ഇവളെ പോലെയുള്ള കുറെ എണ്ണങ്ങൾ കാരണം പെൺകുട്ടികള്, അതായത് പ്രവാസിമാരായിട്ടുള്ള പെണ്ണുങ്ങള് അല്ലെങ്കിൽ പ്രവാസിമാരായിട്ടുള്ള ഹസ്ബൻഡ്സ് ഉള്ള സ്ത്രീകൾ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഹസ്ബൻഡ് ഗൾഫിലാണോ, ഭാര്യ നാട്ടിലെ ഏതെന്റെ കൂടെ ഒളിച്ചോടി പോകും. അല്ലെങ്കിൽ ഭാര്യ ഗൾഫിലാണോ, അവൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവളെ പോലെയുള്ള അവന്മാരെ കാരണം കേൾക്കുന്ന പേരാ അത്. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാനാ? 18 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഭർത്താവിന് അവിടെ ഒന്നും പോലീസിന് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ആ സ്ത്രീ 18 വയസ്സായല്ലോ. അല്ലെങ്കിൽ അത് പൂർത്തിയായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയതിനെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അവർക്ക് പറ്റുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. പോലീസുകാർ എന്ത് ചെയ്യാനാ? ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇതില് പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ കോടതിക്കാണ്. ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പേരിൽ ആ പൈതലിനെ അവൻ്റെ അച്ഛൻ്റെ കൂടെ വിടാൻ ഇവിടുത്തെ ഒരു നിയമം ഇനി തയ്യാറാവണം. പിടികിട്ടിയോ? ഇപ്പം തിരിച്ച് ഹസ്ബൻഡാണ് ഈ പരിപാടി ചെയ്തതെങ്കിൽ ആ പൈതലിനെ, അതല്ലെങ്കിലും അങ്ങനല്ലേ, സ്ത്രീയുടെ കൂടെ മറ്റേ ഇതുണ്ടല്ലോ മുൻഗണന, അതിൻ്റെ പേരിലാണല്ലോ ഈ പല തെമ്മാടിത്തരങ്ങളും
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പല തെമ്മാടിത്തരങ്ങളും അല്ലേ? ഈ മുൻഗണന ഉള്ളത് കൊണ്ടല്ലേ? എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മുൻഗണന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പല തെമ്മാടിത്തരങ്ങളും ചോദ്യം ചെയ്യപ്പെടാത്തത്. എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അത് തോന്നിയിട്ടില്ല? സ്ത്രീകൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ അത്? ചേച്ചിമാരെ, പെങ്ങന്മാരെ, പെങ്ങന്മാരെ, നിങ്ങൾ പറ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങൾക്ക് തന്നെ നാണക്കേടല്ല? ഇപ്പം ഈ ഒരു ചേച്ചി പറഞ്ഞതുപോലെ ഈ പ്രവാസികളായിട്ടുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾക്ക് അവർക്ക് എല്ലാവർക്കും ഇനി അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മുഖത്തേക്ക് നോക്കാൻ ഒരു ചടുപ്പായിരിക്കും. ഇല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും കാണുന്നത്. ഓ, അവളുടെ ഭർത്താവ് പുറത്താ, അവക്ക് വേറെ ഏത് ഇല്ലേ? ഉറപ്പായിട്ടും. സോ നിങ്ങളൊക്കെ വേണം വോയിസ് റേസ് ചെയ്യാൻ. നമുക്കിനി ആ സുന്ദരിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ഇത് നിങ്ങൾ കേൾക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും നല്ല പോലെ സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണും ഒരിക്കലും പോവാൻ ഇതാവില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പെണ്ണ് വേറൊരു റിലേഷൻഷിപ്പിലാവുകയോ അല്ലെങ്കിൽ വേറൊരു ഇതിൽ ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയോ ചെയ്യില്ല. നമ്മൾ സ്നേഹവും സന്തോഷവും സമാധാനം സ്വസ്ഥത ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. പിന്നെ എല്ലാം സഹിച്ച് പിടിച്ച് കടിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. അതിന് പിന്നെ ആ മക്കളെ ഓർത്ത് മാത്രം നീറി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ഒരുപാട് ഇതാകുന്ന സമയത്ത് ആ പെണ്ണ് ഇതായിപ്പോവും. പിന്നെ വേറൊരു വീഡിയോ കണ്ടതാണ്. ഒരു ഉസ്താദിൻ്റെ ഭാര്യയായിരുന്നു, സുൽത്താന എന്നാണോ അങ്ങനെ എന്തോ ആണ് പേര്. അയാൾ മലേഷ്യയിൽ പോയി വേറൊരു കല്യാണം കഴിച്ച് അയാൾ സുന്ദരമായി സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്. അവരെ പൈസ അയച്ചു കൊടുക്കും, സമയത്തിന് പൈസ അയച്ചു കൊടുക്കില്ല, അത് നേരെ നോക്കില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വേറൊരു മതക്കാരനെ കല്യാണം കഴിച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അവർ സുഖമായി ജീവിക്കട്ടെ, ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അവരെ ഉപേക്ഷിച്ചിട്ട് അവൻ മലേഷ്യ പോയിട്ട് വേറെ പരിപാടി, വേറെ ഭാര്യ, പിള്ളേര്, ഇവിടെ ഉള്ളവരെ നോക്കുന്നില്ലെങ്കിൽ ഇവിടെ ഉള്ള സ്ത്രീ വേറെ കെട്ടട്ടെ. ഞാൻ ഒരിക്കലും അതിനെതിരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ അവിഹിതത്തിൽ പോലും ഓക്കെ, പേഴ്സണൽ ചോയ്സസ് ആയിക്കോളൂ. അതിനല്ല കുഴപ്പം. ഇവിടെ അവക്ക് പോകണമെങ്കിൽ അവക്ക് പോകാമായിരുന്നു, പൊക്കോ. പക്ഷെ ഇവിടെ ആ മനുഷ്യൻ വരുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ്, മനസ്സിലായോ? ദിവസങ്ങൾക്ക് മുമ്പ് അവൾ പോയി. അയാൾ വരാൻ ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിന് മുമ്പേ അവൾ പോയി എന്ന് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാതെ വന്നപ്പോഴാണ് അയാൾ കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വന്നത്. അറ്റ്ലീസ്റ്റ് ഫോണിലൂടെ പറയാമായിരുന്നു, എനിക്ക് പറ്റില്ല നിങ്ങളുമായിട്ട്, ഐ ആം ലീവിങ്, ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും ഇവർ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന പല ആളുകളും ഇതിൻ്റെ ഇടയ്ക്കൂടെ വേറെ പലതും വലിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഉണ്ട്. ഇനി അതല്ല പ്രശ്നങ്ങൾ. ഇനി ഇവർ പറഞ്ഞതുപോലെ അവർക്ക് ആ ഒരു സ്ത്രീക്ക്, ഷഹലയ്ക്ക് ഇയാൾ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് വേറെ റിലേഷനിൽ പോവാം. മാന്യമായിട്ട് പറയാം, തന്നിൽ നിന്ന് ഒരു കോണവും ഇല്ല, എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് വേണ്ട, ഞാൻ പോവുക, ചെയ്യാലോ. ഇനി അതല്ല, വേറെ റിലേഷൻ അവർക്ക് പോകണം, ഇവിടെ പറയാൻ താല്പര്യമില്ല, പോയിക്കോ. പക്ഷെ പോകുന്നവൻ്റെ കുടുംബം അതൊന്നും നോക്കണ്ടേ? അവൻ 3 പൈതൽ അവനുള്ളതാ. അവൻ എന്തിനായിരിക്കും ഇവളുമായിട്ടുള്ള പരിപാടി? എന്തിനായിരിക്കും? അല്ല, അതും കൂടെ ഒന്ന് ചോദിക്കണമല്ലോ. കാണിച്ചേക്കുന്നത് വെറും ഡാഡി ഇല്ലാത്ത പരിപാടിയാണ്. പിന്നെ അവർ കാണിച്ചു, ഈ ഡാഡി ഇല്ലാത്ത പരിപാടിയെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ കുറേ പേര് തലയിൽ തട്ടമിട്ടിറങ്ങുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തലയിൽ തട്ടമിട്ടാരെ മാത്രമായിട്ട് അങ്ങ് പറയുമൊന്നുമല്ല കേട്ടോ, അങ്ങനെ നീ ചിന്തിക്കണ്ട. ഈ ചേച്ചി അങ്ങനെ ഇരിക്കുന്നുണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും അല്ലാത്ത കുറേ ചേട്ടന്മാരും ഉണ്ട്, അതിലേക്ക് പോവാം. അതിന് മുമ്പേ ഈ ഇത്ത പറയുന്നത് മൊത്തം നമുക്കൊന്ന് കേൾക്കാം. ഒഴിവായി സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഇങ്ങനെ
പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിവോഴ്സിന് നോക്കുക. ഒറ്റ സുപ്രഭാതത്തിൽ ഇറങ്ങി പോവാതെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും നോക്കാതെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഇതും നമ്മുടെ അതിലൊരു ഓപ്ഷനല്ല. കൗൺസിലിങ്ങും അതും ഇതൊക്കെ വെച്ചിട്ട് പിന്നെയും വീണ്ടും നമ്മളെ ദ്രോഹിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഒന്നും നോക്കാതെ ഒറ്റയടിക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിക്കും, ഷാഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത്. ഒന്നും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാതെ ഒരു പെണ്ണും ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോവില്ല. അപ്പോൾ ഇറങ്ങിപ്പോയത് 3 മക്കളുള്ള ഒരാളുടെ കൂടെയാണ്. അപ്പം അതും എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഇത് എന്താ പറയുക, ഒരു കുഞ്ഞിനെ കുരുതി കൊടുക്കുന്ന ഒരു ഇത് വരാതിരിക്കട്ടെ. ആ കുഞ്ഞിനെ തിരികെ കൊടുത്തിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെയാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ പറഞ്ഞ് എന്താക്കി ജീവിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞിനെയും കൂടെ ഇനി ബലി കൊടുക്കരുത് എന്നാണ് ഈ ഒരു ഇതിലെനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാതെ, ഒരു ഇത് സംഭവിക്കാതെ ആ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഒരു പെണ്ണ് വേറൊരുത്തിൻ്റെ കൂടെ പോവില്ല എന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന എനിക്ക് പറയാനുള്ളത്, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? കടി മൂത്താൽ ഇതുപോലെ ചില പരിപാടികൾ ചില അവന്മാരും ചെയ്യും അവളുമാരും ചെയ്യും, അത്രേ ഉള്ളൂ. അതിനകത്ത് ഭർത്താവ്, പൈതൽ, ഇങ്ങനത്തെ നോട്ടമൊക്കെ ഉണ്ടാവോ? അല്ല, അവളെ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഓർക്കൊണ്ടൊരു കാര്യം, അപ്പുറം വേറൊരുത്തനുണ്ട്. അവളുടെ ഭർത്താവല്ല, അവളുടെ കൂടെ പോയ ഒരുത്തൻ, 3 പൈതലുകളുള്ളൊരുത്തൻ. ആ വീട്ടിലും ഉണ്ട്, ആ പൈതലുങ്ങൾക്കും ഉണ്ടൊരു ഉമ്മ. ഇല്ലേ? അവരുടെ അവസ്ഥയോ? അവരെ പറ്റി ആരെങ്കിലും ഒരാൾ ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. അവരെ പറ്റി ആരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതെന്താണ് ഒരാൾ പോലും ചിന്തിക്കാത്തത്? ഒരാൾ പോലും ചിന്തിക്കുന്നില്ല. അവരുടെ അവസ്ഥയും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് പറയുക. അവരൊരു തെറ്റും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരോട് അവൻ ചെയ്തതോ? അതിനെപ്പറ്റി ഇടയ്ക്കൊന്ന് ഒന്ന് ചിന്തിക്കേ. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവളെ കല്ലെറിയല്ല, അവളുടെ കൂടെ പോയവനെ ഞാൻ പറയുക. ആ ഭാഗത്തുള്ള ഒരു സ്ത്രീ, അവൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവരെ പറ്റി എന്താണ് ഒരാൾ പോലും ചിന്തിക്കാത്തത്? ഒന്ന് ചിന്തിച്ചൂടാ നിങ്ങൾക്ക് അതും കൂടെ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. ഇനി വേറൊരു ചേട്ടനിരുന്ന് കുറച്ച് കഥകൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് പെട്ടെന്ന് കേൾക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു യുവതിനെയും കുഞ്ഞിനെയും കാണാതെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹല എന്ന് പേരുള്ള 30 വയസ്സുള്ള യുവതിയും ഒരു 7 വയസ്സുള്ള അവരെ മോനെയാണ് കാണാതായത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സമയത്തേക്കാണ് അവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മിസ്സാവണം, ബാങ്കിൽക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ വേഗം കണ്ടെത്തട്ടെ. ഇത്തരത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തും. വളരെ മോശം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കുക. എന്തുകൊണ്ടിരിക്കും ഒരു ഭാര്യ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീനെ കുറ്റപ്പെടുത്താൻ എളുപ്പം. ആ സ്ത്രീനെ കൊണ്ടുപോയ, ആ ധൈര്യം കാണിച്ച 3 മക്കളുള്ള ഭാര്യ പ്രസവിച്ച് കിടക്കണം, അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കണം. ആ സമയത്ത് ആ ഭാര്യനെ മറന്ന് കുട്ടിനെ മറന്നിട്ട് ഈ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, ഇയാൾ ആരും കുറ്റം പറയില്ല. എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പം ആരെയാണ്? ഈ സ്ത്രീകളെയാണ്. സത്യത്തിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തും മുൻപ് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ തക്കതായ ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാൾ ഇപ്പോൾ ഈ പോയതിനെ ന്യായീകരിക്കണം, അമ്മാതിരി തമ്മാടിത്തരം പറഞ്ഞിട്ട് വരണ്ട. പോയതിന് ഒരു കാലത്ത് നമ്മൾ ന്യായീകരിച്ചുള്ള എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഇത്തരം പോക്കി നമ്മൾ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളൊരാളെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് നമ്മുടെ വീഴ്ച. ചില പുരുഷന്മാർ കുടുംബത്ത് ഭാര്യമാരെ കാണുന്ന രീതി തന്നെ എങ്ങനെയാണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വെറും ഒരു ഉപകരണം, ഒരു സെക്സ് ടോയ് ആയിട്ട് മാത്രം കാണാം. ചില ആൾക്കാർ മതിയായ സെക്സ് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എല്ലാ കുറ്റവും കൂടി സ്ത്രീകളുടെ തലയിൽ തരില്ല. ഒരു സ്ത്രീ എന്താണെന്ന് പുരുഷൻ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് എന്താണ് ആഗ്രഹം? ചില സ്ത്രീകളുണ്ട്, അവർക്ക് സ്പർശനങ്ങളാണ് മെയിൻ. അതായത് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ വാരി പുണരാം, അവരെ അഭിനന്ദിക്കാം. ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു സ്നേഹ സ്പർശനങ്ങൾ. അത് സെക്സ് അല്ല. ഈ സ്പർശനം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ വരിക ഇവർക്ക് ഇതിൻ്റെ കുറവാണ്, ഇത് കിട്ടാത്തത് കൊണ്ടാണ്, ഇത് മൂത്തിട്ടാണ്. അതിനുപയോഗിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഫാമിലിയൊക്കെ ആയിട്ട് കാണുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ആ വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറവൊന്നുമല്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ചിരിക്കുന്നത്, ആ ഒരു സ്നേഹ പ്രകടനങ്ങൾ എന്നുള്ളത് ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം. ഇതത് കൊടുത്ത് ആകെ ഭർത്താവ് ഈ ഭാര്യ തൊടുന്നത് രാത്രി ആരും കാണാതെ ഇവൻ്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അവൾക്കൊരു ഓർഗാസം വന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ല. അവളുടെ സംതൃപ്തി ഒന്നുമുള്ള വിഷയം. ഞാൻ ഹക്കായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നെഞ്ചത്ത് കൈവച്ച് സ്ത്രീകൾ പറ, ഓർഗാസം എന്നുള്ളത് ലൈഫിൽ പോലും കേൾക്കാത്ത ആളുകൾ, ഭർത്താവിൽ നിന്ന് കിട്ടാത്തവർക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇതിറങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബിനികൾ വരും. അപ്പോൾ ആരാണ് സ്വന്തം ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ഭാര്യ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം.
ചില ആളുകൾക്ക് സ്പർശനങ്ങൾ വേണ്ട, അവർക്ക് നല്ല വാക്കുകൾ മതി, നല്ല പഞ്ചാര വാക്കുകളാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിട്ടോ അവരെങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കൈമാറ്റോ, അവർക്ക് കൊടുക്കാനുള്ളത് നല്ല നല്ല വാക്കുകൾ. അവർക്ക് പേര് പോലും വിളിക്കാൻ ഇഷ്ടമല്ല. അവരുടെ പേര് എന്തെങ്കിലും മിശ്രിയ എന്നാണെങ്കിൽ അവർക്ക് ഇഷ്ടം മിശ്രിയ എന്ന് വിളിക്കണം, രജിസ്റ്ററിൽ പേര് എഴുതി വിളിക്കണ പോലെ, അക്ഷയയിൽ പേര് വിളിക്കണ പോലെ പേര് വിളിക്കാനില്ല, മിശ്രോ എന്നൊക്കെ വിളിക്കുന്ന സ്നേഹവാക്കുകൾ കേൾക്കുമ്പോഴാണ് അവരുടെ ഹോർമോണുകൾ, അവരുടെ സ്നേഹത്തിന്റെ ആ ഒരു പ്രകടനം അവർക്ക് വരിക. അപ്പോൾ ഇതൊന്നും അറിയാതെ ഭാര്യയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. മതി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് എതിർക്കാൻ നിൽക്കുന്നില്ല. ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി, അതുകൊണ്ട് ഞാൻ ബാക്കി സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല, പുള്ളി പറഞ്ഞതിനകത്തൊരു ഒരു പോയിന്റ് ഉണ്ട്. അത് ഒരു ഫാമിലി ലൈഫാകുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ SEX അതിൻ്റെ ഒരു എന്താണ് പ്രാധാന്യം, അത് നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും അറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരാൾക്ക് അവിടെ മടുപ്പാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എല്ലായിടത്തും അത് തന്നെ ആയിരിക്കണം കാരണമെന്നില്ല. ചിലയിടത്ത് മാന്യമായിട്ട് ഇത് ഭയങ്കര കൂടുതലായിരിക്കും, പക്ഷെ യാതൊരു സ്നേഹവും കാണത്തില്ല ഇതിനു വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അവിടെ സ്നേഹം, പരസ്പരം ഇതുപോലുള്ള നല്ല വാക്കുകൾ പറയുക, ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു സ്ത്രീ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ, അത് വേറൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ ഓഫ്കോഴ്സ് അവർ പൊയ്ക്കോളൂ. നിങ്ങളെ നിങ്ങളുടെ പാർട്ട്ണർ ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഓക്കെ, അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, അയാളെ നന്നാക്കി, അയാളെ കൂടെ നിർത്തുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല, ഉടനെ വേറൊരുത്തം വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരുത്തനോടാണ് ഇത് കാണിച്ചു പോകുന്നതെങ്കിൽ അതിനെനിക്കൊന്നും പറയാനില്ല. അതിനെ വേറെ തലത്തിൽ കാണണം. ഒരു കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരാളോട് സ്നേഹം തോന്നി, ഓക്കെ, അയാളുമായിട്ട് സ്നേഹം തോന്നി എന്നും ഒരേപോലെ ഇരിക്കണമെന്നില്ല. മുന്നോട്ട് പോകുന്തോറും പല പ്രശ്നങ്ങളുണ്ടാവും. കല്യാണം കഴിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അപ്പോഴും പല പ്രശ്നങ്ങൾ കാണും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് എന്ത് പ്രശ്നമാണെങ്കിലും അത് പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റണം. പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ SEX അതിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യാം അത് പ്രോപ്പറായിട്ട് ചെയ്തു പോകാം. ഇനി അതല്ല, അപ്രിഷ്യേറ്റ് ചെയ്യാത്ത കാര്യമാണെങ്കിൽ അത് പറഞ്ഞ് പിന്നെ അയാളെ കൊണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യിച്ച് മുന്നോട്ട് പോകാം. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അല്ലാതെ ഉടനെ ചാടി അങ്ങോട്ട് ഇറങ്ങി അടുത്തവൻ്റെ പുറകെ, അല്ലെങ്കിൽ അടുത്ത ഒരുത്തൻ വന്നിട്ട് നല്ല 2 വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ പുറകെ ചാടിപ്പോകുന്നത്, ചേട്ടാ കൊള്ളാം, പറഞ്ഞതിനോട് ഞാൻ ആദ്യമേ കുറച്ച് യോജിക്കുന്നു. പക്ഷേ അതിന് ഇങ്ങനൊരു പോംവഴിയുണ്ട്. അതാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. ഇത് അത്യാവശ്യം കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളിതേ പറയുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് പല കമൻറ്റുകളും. എൻ്റെ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അല്ലാതെ വേറൊരുത്തനോട് ചിരിച്ച് കാണിക്കുമ്പോഴത്തേക്കാളും നന്നായിട്ട് സംസാരിക്കുമ്പോൾ അവനോട് മിങ്കിൾ ചെയ്ത് അവൻ്റെ കൂടെ ഇറങ്ങി, അല്ലെങ്കിൽ അവൻ്റെ കൂടെ പലതും കാണിക്കേണ്ട ഒരവസ്ഥ വരാറില്ല അത്യാവശ്യം സ്ത്രീകൾക്ക്, ഇല്ലേ? ഞാനിത് എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഇവിടുത്തെ കോടതിയൊക്കെ ആ വൃത്തികെട്ടവളുടെ കൂടെ ആ പൈതലിനെ വിടാതെ ആ വ്യക്തിക്ക് കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രശ്നം അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി അയാളെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാമായിരുന്നു. ഇനിയും SEX അതിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറി പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അയാളെ അങ്ങോട്ട് വിടാതെ ഇവിടെ പിടിച്ചു നിർത്തി ഉള്ള സമ്പാദ്യത്തിൽ മുന്നോട്ട് ജീവിച്ചു പോകാമായിരുന്നു. അല്ലാതെ അതിനൊരു പോംവഴിയല്ല. അയാളുടെ കയ്യിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഉടനെ അടുത്ത ഒരുത്തൻ ചിരിച്ചു കാണിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതല്ല അതിൻ്റെ പോംവഴി. പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. തീരെ പറ്റുന്നില്ല എങ്കിൽ വിട്ടുകളയുക, ഇഷ്ടത്തിന് പോവുക. അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നൈസായിട്ട് ഡിവേഴ്സ് മേടിക്കുക, പോവുക. അതായിരുന്നില്ല ചെയ്യേണ്ടേ? ഞാൻ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ കമൻറ്റ് ബോക്സ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.